മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ പഠിച്ചതൊന്നുകൂടെ റിമൈൻഡറിൽ വെക്കാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഹൈലൈറ്റ്സ്, ഷാഡോസ്, മിഡ് ടോണ്. ഇത് മൂന്നും നമ്മൾ ലൈറ്റ് നോക്കിയിട്ടാണ് സെറ്റപ്പ് ചെയ്തത്. അതിനനുസരിച്ച് നമുക്ക് ഫോട്ടോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അത് നമ്മൾ ചെയ്ത് നോക്കി, സെറ്റായി. ഇനി കളറാണ് ചെയ്ത് നോക്കേണ്ടത്. കളർ ചെയ്ത് നോക്കുന്നതിന് മുമ്പും നേരത്തെ ഉള്ള അതേ പ്രൊസീജിയർ നോക്കണം. ഈ പിക്ചറിൽ ഹൈലൈറ്റ്സ് എവിടെയാണ്, ഷാഡോസ് എവിടെയാണ്, മിഡ് ടോൺ എവിടെയാണ്, അതിൻ്റെ കളർ എന്താണെന്ന് കൂടി ഇതിൽ മനസ്സിലാക്കണം. അതായത് ഷാഡോസ് എന്താണ് കളറ്, മിഡ് ടോൺ എന്താണ് കളറ്, ഹൈലൈറ്റ്സ് എന്താണ് കളറ്. ആ കളർ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ. അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. ഓക്കെ, നമ്മൾ അതിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ആദ്യമായിട്ട് ഓരോ ഫോട്ടോസും നമ്മൾ തറവായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ആദ്യത്തെ ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചൊരു ഫോട്ടോ. ഇതിൽ ഷാഡോസിന് എന്താണ് കളർ എന്നുള്ളത്. ഇപ്പോൾ ഷാഡോസ് ഈ ഭാഗത്തൊക്കെയാണ് ഷാഡോസ് വരുന്നത്. ഏകദേശം ഒരു യെല്ലോ ടോണാണ് വരുന്നത് ഷാഡോസിന്. ഓക്കെ, അപ്പോൾ ഷാഡോസിന് യെല്ലോ ടോണാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പിന്നീട് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അതിങ്ങനെ ഓർത്ത് വെച്ചില്ലെങ്കിൽ അത് ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കൽ മാത്രമേ പറ്റുള്ളൂ. യെല്ലോ ആണ് ഷാഡോസിന്. ഓക്കെ, ഇത് ജസ്റ്റ് എഴുതി വെച്ചു എന്നേ ഉള്ളൂ. ശരിക്കും എഴുതി വെക്കുകയല്ല, ഓർത്ത് വെക്കുകയാണ് വേണ്ടത്. ഇനി അടുത്ത ഫോട്ടോയിൽ നമ്മളിങ്ങനെ എഴുതി വെക്കുന്നില്ല, അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഷാഡോസ് അങ്ങനെ. പിന്നെ മിഡ് ടോൺ എന്താണ് ഉദ്ദേശം? മിഡ് ടോൺ എന്ന് പറയുന്നത് ഷാഡോസും ഹൈലൈറ്റും അല്ലാത്ത ഭാഗം. അതും ഏകദേശം ഒരു യെല്ലോ ടോൺ തന്നെയാണ് ഈ പിക്ചറിന് മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ അതേ സാധനം തന്നെ, യെല്ലോ ടോണ്, മിഡ് ടോണ്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഹൈലൈറ്റ്സിന് എന്താ കളറ്? സെയിം തന്നെ, യെല്ലോ ടച്ച് തന്നെയാണ്. ഹൈലൈറ്റ്സ് യെല്ലോ ടച്ച്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഫോട്ടോ എഡിറ്റ് ചെയ്യുക. അതായത് യെല്ലോ ടോണാണ് ഷാഡോസിൽ വരുന്നത്. അപ്പോൾ ഷാഡോസിൽ യെല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. അതേപോലെ മിഡ് ടോണിൻ്റെതും അതേപോലെ തന്നെ, ഹൈലൈറ്റ്സിൻ്റെതും അതേപോലെ തന്നെ. ഇനി നമുക്ക് ഈ ഫോട്ടോയിലും കൂടെ ഒന്ന് നോക്കാം. ഇതിൽ രണ്ടാമത്തെ ഫോട്ടോയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈലൈറ്റ്സ് എവിടെയാണ്, മിഡ് ടോൺ എവിടെയാണ്, ഷാഡോസ് എവിടെയാണ്, ഏതാണ് കൂടുതലായിട്ട് കിടക്കുന്നത്, അതാണ് മനസ്സിലാക്കേണ്ടത്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഐഡിയ കിട്ടുന്നുണ്ടോ നോക്കിയേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നോക്കുക. അതായത് ഇതിൽ ഷാഡോസ് എന്ന് പറയണത് ശരിക്കൊരു സിയാൻ ടച്ചാണ്. ഷാഡോസിന് സിയാനിൽ അഡ്ജസ്റ്റ് ചെയ്താൽ കറക്റ്റ് ആവും. അതേപോലെ മിഡ് ടോണ് മജന്ത. ഇത് മൊത്തം കളർ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതേപോലെ ഹൈലൈറ്റ്സ് കുറച്ചൊരു യെല്ലോ ടോണാണ്. ഗ്യാപ്പ് കൂടെ കാണുന്നത് യെല്ലോ ടോണായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതേപോലെ ഇതിൻ്റെ കാര്യം നോക്കിയേ. നമ്മൾ അടുത്ത ഫോട്ടോയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ അത് ശരിക്കും യെല്ലോ വരുന്നത് ഹൈലൈറ്റ്സിൽ മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ടും ഗ്രീനാണ് ടച്ച് ചെയ്യണത്. അതായത് ഗ്രീനിൻ്റെ പിന്നെ മിഡ് ടോണും ഷാഡോസും ഗ്രീൻ ടച്ചാണ്. അപ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. അതേപോലെ നെക്സ്റ്റ് ഫോട്ടോ, ഈ ഫോട്ടോയിലും അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്. അതായത് എന്താണ് കൂടി കിടക്കുന്നത് എന്നുള്ളത്. ഇത് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്താണോ ഒബ്ജക്റ്റ്, ഇപ്പോൾ ഇതിൽ ഈ ലേഡിയാണ് നമ്മൾ ഒബ്ജക്റ്റ്, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അല്ല നോക്കണത്. ആ ലേഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കളർ കറക്ഷൻ ചെയ്യണത്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കളറാവില്ല കിട്ടുക. ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കാൻ പോയി കഴിഞ്ഞാൽ ആളെ രൂപം വേറെ രൂപത്തിലൊക്കെ ആയി പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ ഷാഡോസും മിഡ് ടോണും ഹൈലൈറ്റ്സും ഏകദേശം വരുന്നത് ഒരു യെല്ലോ ടച്ച് തന്നെയാണ്. മൂന്നിനും യെല്ലോ ടച്ചാണ് വരുന്നത്. ഷാഡോസിനാണെങ്കിലും പിന്നെ ഷാഡോസ്, അതേപോലെ ഹൈലൈറ്റ്സ്, അതേപോലെ മിഡ് ടോണ് ഏകദേശം യെല്ലോ ടോൺ തന്നെയാണ് മൂന്നിനും വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഈ പാഠത്തിൽ പറയാനുള്ളത്, ഈ ഭാഗത്തിൽ പറയാനുള്ളത്. അതായത് നമ്മൾ കളർ കറക്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ഹൈലൈറ്റ്സും ഷാഡോസും മിഡ് ടോണും അറിഞ്ഞിരിക്കുക തന്നെ വേണം.
അതിൽ തന്നെ ആദ്യം ലൈറ്റ് സെറ്റപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കളർ ചെയ്യുന്നത്. ലൈറ്റ് ശരിയാക്കി കഴിഞ്ഞാൽ കളർ ചെയ്താൽ ശരിയാവുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഈ പറയുന്ന ഓർഡറിൽ ചെയ്താൽ തന്നെ ഉള്ളൂ ഫോട്ടോ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.